മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂസസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യൂസസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതിനകത്ത് നമ്മൾ എക്സ്പൾഷൻ ടൈപ്പ്, കിറ്റ്കാറ്റ് ടൈപ്പ്, HRC ഫ്യൂസ്, ഓയിൽ ലിക്വിഡ് ഫ്യൂസ്, ഓപ്പൺ ഫ്യൂസ്, കോൺ ഗ്യാപ്പ് ഫ്യൂസ്, അങ്ങനെ പല ഫ്യൂസുകളെ കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പം അതിനകത്ത് ഏറ്റവും നമ്മൾ സാധാരണ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഓപ്പൺ ഫ്യൂസുകൾ, പിന്നെ കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസുകളാണ് നമ്മൾ ഡൊമസ്റ്റിക്കിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് അല്ലാതെ വില കൂടിയ എക്യുപ്മെന്റ്സിലും മെഷീനറികളിലൊക്കെ നമ്മൾ HRC ഫ്യൂസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഹൈ ട്രാൻസ്ഫറിംഗ് കപ്പാസിറ്റി. എങ്കിൽ ഈ ഹൈ ട്രാൻസ്ഫറിംഗ് കപ്പാസിറ്റി ഫ്യൂസിന് പല അഡ്വാൻറ്റേജസും പല ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ഈ HRC ഫ്യൂസിന് അതിന് ലോ കറണ്ടും ഹൈ കറണ്ടും പിന്നെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ കേപ്പബിൾ ഓഫ് ക്ലിയറിംഗ് ഹൈ ആസ് വെൽ ആസ് ലോ കറണ്ടും ഹൈ കറണ്ടും അതിന് കേപ്പബിൾ ആയിട്ട് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫ്യൂസിനുണ്ടായിരിക്കണം. പിന്നെ അത് പറഞ്ഞത് ഡു നോട്ട് ഡ്യൂട്ടീരിയേറ്റ് വിത്ത് ഹൈ സ്പീഡ്. ഹൈ സ്പീഡിൽ ഇത് നശിച്ചു പോകുന്നില്ല. സ്പീഡിലായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് അതിന്റെ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിലും ചില മറ്റു ഫ്യൂസുകളാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഡിറ്റീരിയറായി നാശം സംഭവിക്കാം. അത് എന്ന് പറഞ്ഞാൽ അതുപോലെ HRC ഫ്യൂസിന് അത് സംഭവിക്കുന്നില്ല. പിന്നെയുള്ളത് റിലയബിൾ, ഫങ്ഷൻ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളതാണ് ഈ HRC ഫ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. ഇതിന്റെ മറ്റ് ഫ്യൂസുകളെ അപേക്ഷിച്ച് യൂസ് ചെയ്യുന്ന മെഷീനറി അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് കമ്പാരിറ്റീവ്ലി ചീപ്പായിരിക്കും മറ്റ് ഫ്യൂസുകളെ അപേക്ഷിച്ച്. ഇതിനകത്ത് നമ്മൾ മെയിൻ്റനൻസ് ഒന്നും ഇതിനാവശ്യമായിട്ട് വരുന്നില്ല. HRC ഫ്യൂസിന് നമ്മൾ മെയിൻ്റനൻസ് വരുന്നില്ല. ഒരു പ്രാവശ്യം ഡാമേജ് ആയി കഴിഞ്ഞാൽ വീണ്ടും അത് എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് നമ്മൾ ആ യൂണിറ്റ് കംപ്ലീറ്റ് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ആ യൂണിറ്റ് മാറ്റിയിട്ട് പുതിയ യൂണിറ്റ് ആണ് ഇടുക ചെയ്യുന്നത്. അതേസമയം നമ്മൾ കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ഫ്യൂസ് അതിന്റെ കാര്യം ഊരി വീണ്ടും നമ്മൾ റീവയർ ചെയ്യാറുണ്ട്. അതേസമയം HRC ഫ്യൂസിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് അത് സൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ HRC ഫ്യൂസിന് വീണ്ടും നമ്മൾ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും അല്ലെ ഓരോ ഫാൾട്ട് സംഭവിച്ചു കഴിയുമ്പോഴും നമ്മൾ ആ ഫ്യൂസ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അത് നമുക്കൊരു നഷ്ടമാണ്. കാരണം ഒരു യൂണിറ്റ് വീണ്ടും നമ്മളത് കെട്ടി ഉപയോഗിക്കാം. കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസ് പോലെ നമുക്ക് കെട്ടി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയ യൂണിറ്റ് ഉപയോഗിക്കണം. അപ്പൊ ചെറിയ ചെറിയ സർക്യൂട്ടുകളിലൊക്കെ നമ്മൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമുക്കത് വളരെ നഷ്ടമായിട്ട് വരും. അതിനകത്ത് പിന്നെ അതുപോലെ ഇന്റർലോക്കിംഗ് ആക്ഷൻ ഉണ്ടായിരിക്കില്ല. ലോക്കിങ് മറ്റേത് നമ്മൾ ഒരു ഫ്യൂസ് കുറേയധികം ഫ്യൂസുകൾ ഉണ്ടെങ്കിൽ ഒരു ബോക്സ് ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ എല്ലാം കൂടെ ഫിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അറിവ് കൂടാതെ വേറൊരാൾ വന്ന് അതിന്റെ ഫ്യൂസുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സെക്ഷനിലൊക്കെ ഇരിക്കുന്ന ഫ്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് ലോക്കലിലുള്ള ആൾക്കാർ ഏത് സമയം ഫ്യൂസ് കെട്ടുകയും റേറ്റഡ് അല്ലാത്ത ഫ്യൂസ് ഉപയോഗിച്ചിട്ട് അത് കെട്ടിയിടും. അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കും? ഇപ്പൊ ഫ്യൂസും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടായിരിക്കും ഫ്യൂസ് പോകുന്നത്, അല്ലെങ്കിൽ ഓവർലോഡിലായിരിക്കും ഫ്യൂസ് പോകുന്നത്. അപ്പം നിലവിൽ ആ ഫാൾട്ട് മാറാതെ വീണ്ടും ഫ്യൂസ് അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് കത്തി കരിഞ്ഞ് അതിന്റെ കേബിളും ഒക്കെ കത്തിക്കരിഞ്ഞൊക്കെ പോകും. അതുപോലെ ട്രാൻസ്ഫോമറിന് ഫാൾട്ടൊക്കെ സംഭവിക്കാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് സാധാരണ ഇപ്പം ചെയ്യുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധാരണ ചെയ്യുന്ന ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് എല്ലാ ഫ്യൂസും കൂടെ വെച്ച് ലോക്ക് ചെയ്തിടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിന്റെ ഓതറൈസ്ഡ് ആൾക്കാർക്ക് മാത്രമേ അത് കെട്ടിയിടാനോ അതുപോലെ റിവയർ ചെയ്യാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് ഇപ്പം HRC ഫ്യൂസിന് നമുക്ക് അങ്ങനെയുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ HRC ഫ്യൂസിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കോൺടാക്റ്റുകൾ ഫ്യൂസ് മെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹീറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഹീറ്റ് അതിന്റെ അടുത്തുള്ള കോൺടാക്റ്റുകളിലേക്കൊക്കെ പിന്നെ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റ് കോൺടാക്റ്റുകളും അതിനനുസരിച്ച് ചൂടാകുകയും അതിനോടനുബന്ധിച്ചുള്ള വയറുകളോ കേബിളുകളോ ഒക്കെ ഡാമേജസ് ആകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ HRC ഫ്യൂസിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും. പിന്നെ
മറ്റൊരു ടൈപ്പ് എച്ച് ആർ സി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഹൈ കപ്പാസിറ്റി എച്ച് ആർ സി ഫ്യൂസ്. ഹൈ കപ്പാസിറ്റി എച്ച് ആർ സി ഫ്യൂസ് അതിന്റെ ഒരു പടമാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കപ്പാസിറ്റി കൂടിയ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാനാണ്. കുറച്ചുകൂടെ ട്രിപ്പിംഗ് കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് ട്രിപ്പിംഗ് നടക്കുകയും സർക്യൂട്ടുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫ്യൂസുകളാണ് എച്ച് ആർ സി ഫ്യൂസ്. ഇതിനകത്ത് നോക്കി ഒരു ഗ്ലേസ്ഡ് സെറാമിക് ാണ് അതിന്റെ യൂണിറ്റ്. ഇതൊരു യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മൾ ഇതിനകത്ത് വരച്ചിരിക്കുന്നത്. അതാണ് ഗ്ലേസ്ഡ് സെറാമിക്. ഔട്ടർ കവറിംഗ് എല്ലാം സെറാമിക് ആണ്. അത് നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയലാണ്. മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിന് ഒരു സിമെന്റ് ക്യാപ്പ് ഇതിനകത്ത് ആ യൂണിറ്റ് അവിടെ കറക്റ്റായിട്ട് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മൾ ഒരു സെറാമിക് പ്ലസ് ക്യാപ്പ് സിമെന്റ് ക്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് രണ്ട് പോലും, അതായത് ലോക്കിംഗ് ആയിട്ട് കൂടെ ഇതിനെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു പോയിന്റ് ഇത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയേ, സിൽവർ ഫ്യൂസബിൾ എലമെന്റ്. സിൽവർ ഫ്യൂസബിൾ എലമെന്റ് ആണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. അതിന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇത് രണ്ട് ഫ്യൂസ് എലമെന്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇതിനകത്ത് അതിന് പിന്നിരിക്കുന്ന പ്രോത്സാഹനങ്ങളാണ് അതിനകത്ത് പിന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂസ് മെൽറ്റാകുന്ന സമയത്ത് വേപ്പറൈസ് ആകും. ഈ വേപ്പറൈസ് മറ്റു സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാതെ കോൾസാൻഡ് ഹൈ റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ ആണ് ഈ കോൾസാൻഡ് എന്ന് പറയുന്നത്. ഈ ഹൈ റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഇവിടെ ഉണ്ടാകുന്ന യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മെൽറ്റ് ചെയ്യുന്ന ആ പിന്നെ വേപ്പേഴ്സുകൾ സഡനായിട്ട് കൊഞ്ചി എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കും, ഇല്ലാതാക്കുന്നതിനുള്ള സംവിധാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്യൂസ് നമ്മൾ പോയി കഴിയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ഒരു ഡിവൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നോക്കി ഒരു ഇൻഡിക്കേറ്റിംഗ് ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസ് കൃത്യമായി പോയി കഴിഞ്ഞാൽ ആ ഡിവൈസ് അതിനുള്ള ഇൻഡിക്കേഷൻ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് ഫ്യൂസ് സർക്യൂട്ടിൽ എവിടെയാണ് ഫ്യൂസ് പോയെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ താഴെ രണ്ട് ബ്രാസ് കോൺടാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ. കാരണം യൂണിറ്റ് നമ്മൾ അതിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ മറ്റു സർക്യൂട്ടുമായിട്ട് നമ്മൾ കോൺടാക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മുകളിലും താഴെയും രണ്ട് ബ്രാസ് കോൺടാക്റ്റുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കപ്പാസിറ്റി കൂടിയ സർക്യൂട്ടുകൾ, ഇതാണ് നമ്മൾ ഹൈ കപ്പാസിറ്റി എച്ച് ആർ സി ഫ്യൂസ് എന്ന് നമ്മൾ അതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലായി സഡനായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫാൾട്ട് സഡനായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. മറ്റ് മിഷനറീസിനോ കേബിൾസിനോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സർക്യൂട്ടുകൾക്കോ ഇതിനകത്ത് യാതൊരു കാരണവശാലും ഈ പിന്നെ ഡാമേജ് ഉണ്ടാകാതെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു യൂസാണ് നമ്മൾ എച്ച് ആർ സി യൂസ്. സാധാരണ എച്ച് ആർ സി യൂസ് ഉള്ളത് അതുപോലെ ഇതിനകത്ത് ഒരു ഇൻഡിക്കേറ്റിംഗ് ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫ്യൂസ് എലമെന്റ് മറ്റേതിനകത്ത് ഒരു ഫ്യൂസ് എലമെന്റ് ആണെങ്കിൽ ഇതിനകത്ത് രണ്ട് ഫ്യൂസ് എലമെന്റുകൾ സർക്യൂട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മള് സാധാരണ നമ്മള് ഉപയോഗിക്കുന്ന ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസ് വയറിങ്ങിലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കിലൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ലെഡ് ടിന്ന് അലോയി ഫ്യൂസ് വയറുകളാണ് ഉപയോഗിക്കുന്നത്. ലെഡ് ടിന്ന് അലോയി. ലെഡ് ടിന്ന് ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു അലോയാണ്. അത് ലെഡ് സാധാരണ 37% പിന്നെ 63% കൂടെ ചേർത്ത് ഇത് അലോയിയാണ്. അത് വളരെ മറ്റേ കോപ്പറിനെ പോലെ അല്ല, ഹോമോജീനിയസ് ആണ്, കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. നമ്മള് നാങ്ങൊണ്ടൊക്കെ അത് പൊറിച്ചാൽ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് മാർക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ലെഡ് എന്ന് പറയുന്നത് വളരെ സ്പോഞ്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിന്റെ ചൂട് യൂസിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിൻ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 60% ലെഡും 60% ടിന്നും 30% ലെഡും കൂടെ കൂട്ടി ചേർത്ത് ഒരു മിക്സർ ഉണ്ടാക്കുന്നു. അപ്പൊ അതിനെ നമ്മള് ഫ്യൂസ് വയറുന്നത് സാധാരണ അറിയപ്പെടുന്നത്. അപ്പൊ ഹൈ കപ്പാസിറ്റി ഉള്ളിടത്ത് നമ്മൾ ഈ ലെഡിന് ഉപയോഗിക്കാൻ പോരാ. അതിനനുസരിച്ച് നമ്മൾ കോപ്പറോ അഞ്ചിമിണിയോ സിൽവറോ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ വലിയ സർക്യൂട്ടുകളിലും അതുപോലുള്ള മെറ്റീരിയലുകളിലും ഒക്കെ ഉപയോഗിക്കണം. ഇപ്പൊ സാധാരണ നമ്മൾ ഓപ്പൺ ഫ്യൂസ് ആയിട്ട് നമ്മള് പിന്നെ കിറ്റർ ടൈപ്പായിട്ട് അല്ലെങ്കിൽ സെമി എൻക്ലോസ് ടൈപ്പായിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂസിനകത്ത് മാത്രമേ നമുക്ക് ഈ ലെഡിൻ അല്ലെങ്കിൽ നമുക്ക് കെട്ടാൻ പറ്റും. അല്ലെ റീവെയറബിൾ ഫ്യൂസുകൾക്ക് മാത്രമേ നമ്മൾ ലെഡ് ടിന്നെ സാധാരണ ഉപയോഗിക്കാറുള്ളൂ. പെർമനന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂസുകളിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല. അത്
ട്രിപ്പിംഗ് ഡിവൈസ്. ഇപ്പൊ ഈ HRTVs അത് നമ്മള് ഈ ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന HRTVs ട്രിപ്പിംഗ് ഡിവൈസ് ആണ്. ട്രിപ്പിംഗ് ഇപ്പം സർക്യൂട്ടുകളിൽ ഇത് നമ്മൾ ഒരു സർക്യൂട്ട് ബ്രേക്കറിനോട് കൂടിയാണ് ഇത് നമ്മൾ സാധാരണ കണക്ട് ചെയ്യാറുള്ളത്. സർക്യൂട്ട് ബ്രേക്കർ ലോ വോൾട്ടേജുകളിലും ലോ കറണ്ടും പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫ്യൂസുകളാണ് ഉപയോഗിക്കാറുള്ളത്. അതേസമയം നമ്മൾ ഹൈ കപ്പാസിറ്റി കറണ്ട് വരുന്ന സ്ഥലങ്ങളിൽ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കറുകളാണ്. അവിടെ ഫ്യൂസ് ഒന്നും മതിയാകില്ല, കാരണം അതിനുള്ള കപ്പാസിറ്റിയുള്ള ഫ്യൂസ് ഒന്നും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിനാൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർക്യൂട്ട് ബ്രേക്കറുകൾ. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കറുകളെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഈ സർക്യൂട്ട് ബ്രേക്കറിനോട് കൂടിയാണ് നമ്മൾ ഈ HRTVs നമ്മൾ ട്രിപ്പിംഗ് ഡിവൈസോടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ഒരു റിലേയോടെ വേണ്ടി വരും ഇത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു റിലേ വേണം. ഈ റിലേയുടെ ഓപ്പറേഷൻ മൂലമാണ് നമ്മൾ ഈ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഹൈ വോൾട്ടേജും അല്ലെ ഹൈ കറണ്ട് പാസ് ചെയ്യുന്ന സർക്യൂട്ടുകളിൽ മെയിനായിട്ട് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറുകൾ ഉപയോഗിക്കുന്ന നമ്മൾ 11 kV തൊട്ട് മുകളിലേക്ക് വരുന്ന വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, സബ്സ്റ്റേഷൻസുകൾ, ജനറേറ്റിംഗ് സ്റ്റേഷൻസുകൾ, ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന ഫ്യൂസുകളല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ സർക്യൂട്ട് ബ്രേക്കറുകളാണ് ഉപയോഗിക്കുന്നത്. പല ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കറുകളുണ്ട്. പിന്നെ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, ഓയിൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കർ, അങ്ങനെ പല ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കറുകളുണ്ട്. അപ്പൊ അത് സർക്യൂട്ട് ബ്രേക്കറിനോട് അനുബന്ധിച്ച് ഇതെല്ലാം ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരുന്ന സർക്യൂട്ടുകളാണ്. അപ്പം അവിടെ നമ്മൾ റിലേ സർക്യൂട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള റിലേ അതിനുള്ള സെൻസ് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെയുള്ള HRTVs ആണ് ട്രിപ്പിംഗ് ഡിവൈസ് ആയിട്ട് ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയേ, ഇതിനകത്ത് കുറെ ഒരു പ്ലങ്കർ എന്ന് പറയുന്ന ഒരു ലീഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരു കെമിക്കൽ ചാർജ് ഇതിനകത്ത് ഒരു വീക്ക് ലിങ്ക്, ട്രാൻഷൻ സിൽവർ ഫ്യൂസ് എലമെന്റ്. ഇതിനകത്ത് നമ്മൾ ഒത്തിരി ഫ്യൂസ് എലമെന്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആ ടങ്സ്റ്റൺ ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഇൻ കേസിൽ നമ്മൾ ഒരു ഫ്യൂസ് സർക്യൂട്ടുകൾ ബ്രേക്ക് ആയിക്കില്ലെങ്കിൽ മെയിൻ ആയിട്ട് പോകുന്നതുകൊണ്ട് ഒരു വീക്ക് ലീക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് വീക്ക് ലീക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ഇത് പിന്നെ ബ്രേക്ക് ആകുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കെമിക്കൽ ചാർജ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ ചാർജ് അത് ഹൈ റെസിസ്റ്റീവ് മെറ്റീരിയലാണ് അതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ആ ഹൈ റെസിസ്റ്റീവ് മെറ്റീരിയൽ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഈ മെൽറ്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റും അതുപോലുള്ള അതിന്റെ വേപ്പർ ഫോമുകളും ഇതിനകത്ത് നമ്മൾ കൊഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ കൊടുക്കുന്ന പ്ലഞ്ചർ ഇതിനോട് റിലേ സർക്യൂട്ടുമായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തേക്ക് തള്ളി കഴിയുമ്പോൾ സർക്യൂട്ടോടെ ബ്രേക്ക് ആയി. അതുപോലെ തന്നെ പിന്നെ കൂടുതൽ കറണ്ട് വരുവാണെങ്കിൽ വീണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് സിൽവർ ഫ്യൂസ് എലമെന്റ്. 1, 2, 3, 4 സിൽവർ ഫ്യൂസ് എലമെന്റുകൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഇൻ കേസിൽ ഇതിനകത്തെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ സിൽവർ ഫ്യൂസ് എലമെന്റുകൾ മെൽറ്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ വർക്കിങ്ങിനോടെങ്കിൽ നമ്മളൊരു റിലേ സിസ്റ്റവും ഒരു സർക്യൂട്ട് ബ്രേക്കറോടും കൂടിയാണ് നമ്മൾ ഈ HRTVs ട്രിപ്പിംഗ് ഡിവൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ രണ്ട് എൻഡുകളും നമ്മൾ ബ്രാസ് എൻഡ് കോൺടാക്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാസ് എൻഡ് കോൺടാക്റ്റുകളും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. മറ്റേ നമ്മൾ മുമ്പേ വരച്ച പടത്തിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്രാസ് എൻഡ് കോൺടാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഒരു കറണ്ട് കാരിങ് കപ്പാസിറ്റി തീരുമാനിക്കുന്ന ഒരു ഫ്യൂസിന്റെ കറണ്ട് കാരിങ് കപ്പാസിറ്റികൾ തീരുമാനിക്കുന്ന നമ്മൾ പല കാര്യങ്ങളെ ബേസ് ചെയ്തിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. ഏത് ടൈപ്പ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും. ചില അലുമിനിയം ഉപയോഗിക്കുന്നു, കോപ്പർ ഉപയോഗിക്കുന്നു, നമ്മൾ ലെഡ് അലോയ് ഫ്യൂസുകൾ ഉപയോഗിക്കുന്നു, വയറുകൾ ഉപയോഗിക്കുന്ന ഓരോന്നിന്റെ മെറ്റീരിയൽ സ്വഭാവത്തിനനുസരിച്ച് അതിന്റെ കറണ്ട് കാരിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അലുമിനിയത്തിനെ അപേക്ഷിച്ച് കോപ്പറിന് പിന്നെ കറണ്ട് കാരിങ് കപ്പാസിറ്റി കൂടുതലുണ്ട്. അതുപോലെ തന്നെ സിൽവറിന് അതിന് കറണ്ട് കാരിങ് കപ്പാസിറ്റി കൂടുതലുണ്ട്. ആന്റിമണി അതുപോലുള്ള പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം കറണ്ട് കാരിങ് കപ്പാസിറ്റി തീരുമാനിക്കുന്നതിന്റെ മെറ്റീരിയലിനെ ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ ഉപയോഗിക്കുന്ന പിന്നെ വയറിന്റെ അല്ലെങ്കിൽ എലമെന്റിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയും ബന്ധപ്പെട്ടിരിക്കും. കാരണം ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നു. റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് ഫ്യൂസ് കൂടുതൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് കാരിങ് കപ്പാസിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് കടന്നുപോകാനുണ്ടാകും.
അപ്പോൾ 1 ആംപിയറിന്റെ ക്രോസ് സെക്ഷനുള്ള വയറല്ല 5 ആംപിയറിന് ഉപയോഗിക്കുന്നത്. 5 ആംപിയറിന് അതിനുള്ളതല്ല നമ്മൾ 10 ആംപിയറിന് അല്ലെങ്കിൽ 100 ആംപിയറിനൊക്കെ ഉപയോഗിക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ കൂടിയ അലുമിനിയം ആണെങ്കിലും കോപ്പർ ആണെങ്കിലും അതുപോലുള്ള മെറ്റീരിയൽ വയറുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെയുള്ളത് നമ്മൾ ലെങ്ത് ഓഫ് ദ ഫ്യൂസ് വയർ. ലെങ്ത് കൂടുന്നതനുസരിച്ചും നമ്മൾ പിന്നെ ലാസ് ഓഫ് റെസിസ്റ്റൻസ് നിങ്ങൾ പഠിച്ചിട്ട് കാണുമായിരിക്കും. അതിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു. റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇവിടെ നമ്മൾ ഈ ഫ്യൂസ് കറണ്ടിന്റെ കപ്പാസിറ്റി കൂടുക കുറയുക ചെയ്യുന്നതിനനുസരിച്ച് വരും. പിന്നെയുള്ളത് സൈസ് ഓഫ് ടെർമിനൽ ഫ്യൂസിന്റെ കോണ്ടാക്ട് മറ്റ് സർക്യൂട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർക്യൂട്ടുകൾ അതിന്റെ കോണ്ടാക്ട്സ് സിൽവർ ആണോ അതുപോലെ ബ്രാസ് ആണ് കോപ്പർ ആണോ അതിനുള്ള കോണ്ടാക്റ്റുകളെ ആശ്രയിച്ചും ഇരിക്കുന്നു. അപ്പൊ അതുമായിട്ടുള്ള ഈ അലൂമിനിയം പിന്നെ ഫ്യൂസ് വയറുകളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ കോപ്പർ കോണ്ടാക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് തമ്മിലൊരു ശരിയായിട്ടുള്ള ഒരു കോണ്ടാക്ട് കിട്ടുകയാണ്. അപ്പം കോപ്പർ ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ അതിന്റെ കോണ്ടാക്റ്റുകളും ഒന്നെങ്കിൽ പിന്നെ ബ്രോൺസിന്റെ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ കോപ്പറിന്റെ തന്നെ കോണ്ടാക്റ്റുകളായിരിക്കും കൂടുതൽ സൂട്ടബിൾ ആയിട്ട് വരുന്നത്. മറ്റേതായിട്ടുള്ള ലിങ്ക് കോണ്ടാക്ട് ഉണ്ടാകും. പിന്നെ അത് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് സർഫസ് ഓപ്പൺ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയത്തിൽ കൂടെ ലിക്വിഡിൽ കൂടെ ആകാം, അല്ലെങ്കിൽ എയർ കൂടെ ആകാം. അങ്ങനെ ഏത് സർഫസിൽ കൂടെയാണ് ഈ ഫ്യൂസ് വയർ കിട്ടുന്നത് അതിനനുസരിച്ച് അതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിക്ക് വ്യത്യാസം വരികയും ഫ്യൂസബിൾ ആകുന്നതിനുള്ള ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ സറൗണ്ടിങ്സ് കാരണം ഇത് ഫ്യൂസ് മെൽറ്റായി പോകുന്നതിനുള്ള സറൗണ്ടിങ്സ് എയർ ഉള്ളതുകൊണ്ട്, അതുപോലെ ലിക്വിഡ് ഉണ്ട്, അതുപോലെ വെറ്റ് എന്തെങ്കിലും മീഡിയത്തിനകത്തൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാത്തിനെ ആശ്രയിച്ചിരിക്കും കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. ഒരു ഫ്യൂസ് എയറിന്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി തീരുമാനിക്കാൻ. അപ്പോൾ ഇത് HRC ഫ്യൂസ് വിത്ത് റിഫ്ലക്ടർ കേസാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. HRC ഫ്യൂസ് വിത്ത് പിന്നെ നോട്ട് നമ്മൾ പിന്നെ വാട്സപ്പിൽ കൂടെ അയച്ചു തരുന്നത്. ഇതൊക്കെ ഈ എല്ലാ ടൈമിലും ഫ്യൂസുകളും നിങ്ങൾ പഠിക്കണം. കാരണം ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് ഫ്യൂസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ അതിൻ്റെ ഇതിനോട് സർക്യൂട്ട് ബ്രേക്കറും റിലേയും ഇതിനോടനുബന്ധിച്ചുള്ള സർക്യൂട്ടുകളും ഇനി പുറകെ വരുന്നു. താങ്ക് യു.